ഹലോ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഈറ്റിനിടെ ഇട്ടായിരുന്നേ. അപ്പോൾ അതിന് കുറേ അഭിപ്രായങ്ങളും കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൊതിയായത് നല്ല നാട്ടുമാങ്ങയും നല്ല പപ്പായ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കുന്നതായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതും കുറേ പേര് കൊതി വിടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും അങ്ങനത്തെ ഒരു കഴിക്കണ വീഡിയോ എടുക്കാമെന്ന്. അന്ന് ഒറ്റക്കല്ലായിരുന്നോ, അപ്പം ഇന്ന് എല്ലാവരും കൂടിയിട്ടുള്ളൊരു വീഡിയോസ് എടുക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഓട്ടയുള്ള നല്ല അപ്പമുണ്ട്. ഇതിന് കോമ്പിനേഷൻ കടലക്കറി. നല്ലോണം കടലയിലൊക്കെ മുക്കി തിന്ന് കഴിഞ്ഞാൽ മുന്നേ സൂപ്പറാന്ന് പറയല. രസമുണ്ടാ? വേഗം തിന്ന്. ഞാൻ ഒരപ്പവും കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ട്. ഈ കടല വെള്ളക്കടലില്ലേ, ആ കടല കേട്ടോ. ഈ അപ്പം എനിക്കിഷ്ടമാണ്, എന്നാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് മാത്രം മതി. കടലയൊക്കെ കൂട്ടിയിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. പക്ഷെ ഒരു സാധനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എന്താണെന്നറിയോ? എൻ്റെ സ്വന്തം കട്ടനില്ലായിട്ട് ഒരു രസമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടൊരു കട്ടനും കൂടി. ആഹാ, കട്ടൻ കുടിക്കുമ്പോൾ എന്താ ഒരു ആശ്വാസം. ആ ദോശ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി കഷ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. രണ്ടാളും കഴിച്ചിട്ടില്ല. അന്ന് നീ കഴിക്കാന് രാവിലെ തന്നെ അടിക്കുമല്ലേ രണ്ടും കൂടി? വെള്ളമെല്ലാം ചേർത്തിട്ട് അടിയല്ലേ രാവിലെ തന്നെ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിന്റെ പരിപാടി. ഇന്ന് നെയ്ച്ചോറും ചിക്കനും ആക്കേണ്ട പ്ലാനാണ് ഉഷാമ. ഇനി അതിന്റെ പരിപാടിയിലേക്ക് പോവാം. നെയ്ച്ചോറിൻ്റെ പരിപാടിയൊക്കെ ഉഷമ്മ ഓൾറെഡി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്നു, സ്പൈസസൊക്കെ ഇട്ടു, അതിലേക്ക് അരിയൊക്കെ ഇട്ടു, നെയ്യൊക്കെ ഇട്ടു, എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് അവിടെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാട്ടോ ഞാൻ കണ്ടത്. അപ്പോഴേക്ക് സംഖ്യ വന്നു, നല്ല സംഭാരം കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാക്കഡ് കുടിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെയൊക്കെ മിക്സാക്കി ഞങ്ങൾ ഒന്നും കൊണ്ട് രണ്ടാൾ കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും ഉഷാമ്മ വറുക്കേണ്ട ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കറി വെക്കാൻ പോകുന്നതിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല വെള്ളം മസാലയൊക്കെ വറുത്തെടുത്ത് അതിലേക്കെല്ലാം ഫുള്ള് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ഇട്ട് എല്ലാം സെറ്റാക്കി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു. അതിനുശേഷം എല്ലാം നല്ല അടിപൊളി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തു. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ വലിയ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രധാന കൂട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതും അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള പ്രധാന പൊടിക്കൈയാട്ടോ ഇതൊക്കെ. കടുക് പൊട്ടിച്ചും അതിലേക്ക് നല്ല തേങ്ങാക്കൊത്തും ഇട്ട് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്തു. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റായിട്ടും നല്ല കളറായിട്ടൊക്കെ വരിക. ഇതൊക്കെ നല്ലോണം ഒന്ന് പൊടിമണം മാറുന്നവരെയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം കൂടി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കാണ് ശ്രീജമ്മ വിളിക്കുന്നത്. കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്, ഓടി വായോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പുഴമീനൊക്കെ വാങ്ങി വന്നു. ഉഷമ്മ അതെല്ലാം ക്ലീനാക്കി കുറച്ച് പകുതിയാക്കിയിട്ടുള്ളൂ കേട്ടോ. പകുതി അവിടെ തന്നെ ഉണ്ട്. നല്ല ഇതുപോലെ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടാട്ടോ ആക്കിയത്. മുളക് പൊടി കുറച്ചേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ എല്ലാം സെറ്റായി. നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും അച്ചാറും പപ്പടവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക്
മക്കൾക്ക് കൊടുക്കാം. അവർക്ക് രണ്ടാക്കുമാണ് ആദ്യം കൊടുത്തത്. നമ്മൾ കുറച്ച് കഴിയട്ടേന്ന് വിചാരിച്ച് കാത്തിരുന്നു. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള പകുതി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പ്രിയപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് സലാഡും പിന്നെ എൻ്റെ സ്പെഷ്യൽ കോഴിക്കാല്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റായത്. ഞാൻ കഴിക്കുമ്പോഴത്തേക്കും മാമി വന്നു കേട്ടോ. അവൾ വേറെ ഫുള്ള് നിറഞ്ഞായിരുന്നു. ഞാൻ വേണമെന്ന് ചോദിച്ചിട്ടൊന്നും ഒരു മൈൻഡും ആക്കിയിട്ടില്ല. അമ്മ കഴിക്കുക, അമ്മ കഴിക്കുക, അമ്മ കഴിക്കുന്നത് ഞാൻ നോക്കിയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിക്കുന്നതും ചിക്കൻ കാല് കടിക്കുന്നതൊക്കെ അവൾ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ചിക്കൻ്റെ കാല് കണ്ടാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എൻ്റെ സാറേ. ചിക്കൻ കാല് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് കോഴീനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ളത്. അത് വെറും നിങ്ങളെ തോന്നൽ മാത്രമാണ്. എനിക്ക് ആ പുള്ളിക്കാരനോട് ഒരു വിരോധവും ഇല്ല. നിങ്ങൾ ഒരു കാലല്ലേ കണ്ടിട്ടുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 2 കാലായിട്ട് മാറി. അതെന്താണെന്നറിയോ? കാശിയുടെ കാലിൻ്റെ വാക്കയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ സഹപ്പെട്ടു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എണീച്ച് നടക്കാനോ ഒന്ന് സംസാരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും പറയണ്ട, വയറ് വല്ലാണ്ട് അങ്ങ് നിറഞ്ഞു. ഞാൻ ഉഷാമ്മ ഒരുമിച്ചാട്ടോ കഴിച്ചത്. അതിനുശേഷം പിന്നെ ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു കേട്ടോ പ്രശീപേട്ടൻ. ആദ്യം ചെറിയ ഐസ്ക്രീം ഞാനും എൻ്റെ കുട്ടിപ്പിള്ളേരും കൂടി കഴിച്ചു. അത് 2-3 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ ആദ്യം സാപ്പിട്ടു. അതിനുശേഷമാണ് സംഗീതം എല്ലാവരും കൂടി വലുത് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതൊക്കെ പൊട്ടിച്ചു. ഞാനും ആമയും അമ്മയും കൂടി സാപ്പിട്ടു. സംഗീക്ക് നേരത്തെ കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമിൻ്റെ പരിപാടിയും അവിടെ നടന്നു. ചൂടായതുകൊണ്ട് ഒന്നും പറയണ്ട, തണുത്തത് എന്ത് കഴിച്ചാലും ഓഹോ ഒരു സമാധാനമാണ്. ഇനി വൈകുന്നേരത്തെ ചായക്കുള്ള സ്പെഷ്യലാണ്. ഇന്നുണ്ടാക്കുന്നത് കലത്തപ്പമാണ്. അതിനേക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെക്കുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൂട്ടൊക്കെ തയ്യാറാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കലത്തപ്പം റെഡിയാകും. അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായ സ്പെഷ്യൽ. കലത്തപ്പമൊക്കെ നല്ല റെഡിയായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കട്ടനും കലത്തപ്പവും കൂടി ഞാനും ഉഷാമ്മയും ആമീസും കൂടി അകത്താക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഉഷാമ്മയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉഷാമ്മ ഉണ്ടാക്കിയതാണ്. തിന്നൊക്കെ അഭിപ്രായം പറ ഉഷാമ്മ. ആമി തിന്നിട്ട് അഭിപ്രായം പറയും. എന്നാൽ പിന്നെ ആമി എന്നിട്ട് അഭിപ്രായം പറ. ആമി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ നോക്കിയാട്ടെ. സൂപ്പർ കേട്ടോ, നല്ല ആരെല്ലാം വീണ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഡിന്നർ മാത്രമേ ബാക്കിയുള്ളൂ. അത് വീട്ടിൽ നിന്നല്ല, ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അതിന് പോകാൻ വേണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ പൊളി. റിസപ്ഷനും കഴിഞ്ഞു, ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കണം, സബ് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.